നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണമെന്ന് ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. ഇനി മുതൽ പുരാവസ്തു വകുപ്പ് അനുശാസിക്കുന്ന ദൂരത്തിൽ നിയമം പാലിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനുമായി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ്. മോട്ടോർ വാഹന വകുപ്പാണ് സദസ്സ് സംഘടിപ്പിച്ചത്. നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നു വന്നു. പി.കെ. ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തുവന്ന വാർത്ത തെറ്റാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പി.കെ. ശശിയെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ സ്പില്ലോവർ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി അന്തിമ അംഗീകാരം നൽകി. 17.69 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത്. ശുചിത്വം, മാലിന്യ സംസ്കരണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. മാള പ്രസ് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ്. ഭരണസമിതി തീരുമാനിച്ച് നൽകിയ 1000 രൂപ മാസ വാടകയ്ക്ക് പകരം 10,000 രൂപ വാടകയും 18% പലിശയും ചേർത്ത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ റവന്യൂ റിക്കവറി നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം പകപ്പൊക്കലാണെന്നാണ് പ്രസ് ക്ലബിന്റെ വാദം. ഓട്ടിസത്തെ അതിജീവിച്ച് കൃഷിയിൽ മികവ് തെളിയിച്ച് മേലണ്ടൂരിലെ യുവാവ്. കർഷക ദിനത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷകർക്കുള്ള ആദരവ് ചടങ്ങിൽ നിതിനെ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഒരു വ്യത്യസ്ത കർഷകനെ പരിചയപ്പെടാം. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മൂവപ്പാടം ദേശത്തേക്ക് ഇനി ഓട്ടോയും വരും. നാടിന്റെ ദുരിതം തീർത്ത് പുതിയ റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. പായസവും മധുര പലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിനെത്തിയ E.T. ടൈസൺ MLAയും മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് P.A. അജയ് ഘോഷ് പറഞ്ഞു. ആളൂരിൽ നടന്ന ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിക്കുന്ന ഭവനത്തിനായി വധൂവരന്മാർ സംഭാവന നൽകി. CPI പെരിഞ്ഞനം AISF അംഗമായിരുന്ന പ്രജ്ഞയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഒരു വിഹിതം നൽകിയത്. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1ാമത് പൗളിന മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ബോയ്സ് വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 22-23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 22 രാവിലെ 9-ന് അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.